ഏവർക്കും ബൈ ദ വേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുടുക്കത്ത് പാറയിലേക്കാണ് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് ചണ്ണപ്പെട്ട ആനക്കുളം അവിടെ എത്തി ആനക്കുളം എത്തി കഴിയുമ്പോഴത്തേക്കാണ് കുടുക്കത്ത് പാറയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റ്. അപ്പോൾ കുടുക്കത്ത് പാറയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് യാത്ര തുടരാം. യാത്രയിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഓഫീസിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മുടെ ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമുക്ക് കയറാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുടുക്കത്ത് പാറയുടെ ഏറ്റവും അടിവാരത്താണ്. അപ്പോൾ ഇവിടുന്ന് 360 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ കുടുക്കത്ത് പാറയുടെ ഏറ്റവും മുകളിലെത്തുന്നത്. ഒരുപാട് പ്രത്യേകതകളും വൈവിധ്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതിപരമായിട്ടാലും അതായത് ഒരുപാട് ഔഷധ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പേര് പോലെ തന്നെയാണ്, ഈ കുടുക്കത്ത് പാറ എന്നുള്ള ഈ പേര് പോലെ തന്നെയാണ് നമ്മൾ കയറി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ മനോഹരമായിട്ട് ആരൊക്കെ എടുത്ത് വെച്ചേക്കുന്ന പോലെ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ ഒരുപാട് കാഴ്ചകൾ, നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ. കാരണം എവിടെ നോക്കിയാലും പാറയാണ്, പാറമയമാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മളിപ്പം പാറയുടെ പകുതിയോളമേ കയറിയിട്ടുള്ളൂ. വളരെ ആയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെ കേട്ടോ. കാരണം കൊച്ചു കുട്ടിയൊക്കെ വലിയ പ്രായമായവർക്കൊന്നും കയറി വരാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും ഇല്ല. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കൊച്ചു പിള്ളേരെയും കൊണ്ടൊന്നും ഇത്രയും വലിയ കഠിനമായിട്ടുള്ള ഒരു കയറ്റമൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് വളരെ ആയാസകരമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കയറി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി നെല്ലിക്ക കേട്ടോ. ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഔഷധ ഗുണമുള്ളതും ഇവിടെ വളരെ റെയറായിട്ട് കാണുന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. കാരണം വാച്ചർ പറഞ്ഞിട്ടുള്ളത് സംഭവം ഇതാണ്. ഒരുപാട് പ്രത്യേകതകൾ, ഔഷധമൊക്കെ ഗുണമുള്ള സസ്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രത്യേകത പറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളുടെ അടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു അപേക്ഷയാണ്. അത് നിങ്ങൾ കേൾക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വൃത്തിയോടുകൂടി നീറ്റായിട്ട് പ്ലാസ്റ്റിക് വിമുക്തമാക്കി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം നിൽക്കുന്ന കുടുക്കത്ത് പാറ. അതായത് കണ്ടോ, സഞ്ചാരികൾ വരുന്നുണ്ട്, ഇതുപോലുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെറിയപ്പെടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന സഞ്ചാരികൾ ഇത് കണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും നല്ല പ്രകൃതിയുള്ള നല്ല സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ദയവ് ചെയ്ത്.
നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല കാഴ്ചകളുള്ള, അതായത് വളരെ ഇത് ലോക അത്ഭുതം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ സംഭവം, ഈ കാഴ്ച കണ്ടിട്ട്. കാരണം ഇത്രയും നല്ല കാഴ്ചകളൊക്കെ നമുക്കിവിടെ ഉണ്ടായിട്ട് ഇത് ഒരുപാട് നമ്മുടെ നാട്ടുകാർ തന്നെ ഒരുപാട് തഴയപ്പെടുന്നുണ്ട്. ഈ കാരണം വെച്ചാൽ ഒരുപാട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ അവിടുത്തെ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചപ്പോഴും വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ നമുക്ക് മറ്റുള്ള വിദേശത്തുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള വേറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കുമാണ്. പക്ഷേ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ ഒരുക്കി തന്നിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കാണാതെ നമ്മൾ ഈ വിദേശത്തൊക്കെ പോയിട്ട് എന്താണ് കാര്യം? അത്ര അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കുടുക്കത്ത് പാറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മതി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു സ്ഥലമാണ്. എന്താ കാറ്റെന്നറിയുമ്പോൾ, എന്ത് തണുത്ത കാറ്റെന്നറിയുമ്പോൾ, ചുറ്റും വനങ്ങളാണ്, പച്ചപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഫ്ലാറ്റുകളോ വീടുകളോ യാതൊന്നുമില്ല, പ്രകൃതി മാത്രം. പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള കുടുക്കത്ത് പാറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊളി. മറ്റു ഒരു പാറകൾക്ക് അവകാശപ്പെടാനില്ലാത്ത കുറേ പ്രത്യേകതകളുള്ള ഒരു പാറയാണ് നമ്മുടെ കുടുക്കത്ത് പാറ എന്ന് പറയുന്നത്. 4 ജില്ലകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. അതുകൂടാതെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള നമ്മുടെ ജഡായിപ്പാറ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ജഡായിപ്പാറയുടെ മനോഹരമായൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഈ പാറ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ കുടുക്കത്ത് പാറയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ പാറ തന്നെയാണ്. നമ്മളിപ്പോഴും കുടുക്കത്ത് പാറയുടെ മുകളിൽ തന്നെയാണ്. അപ്പോൾ കുടുക്കത്ത് പാറയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണും വരെ ബൈ.